ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ പിറന്ന ന്യൂഡൽഹി. തുടർ പരാജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടി എന്ന നടന് ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടി നൽകിയ ചിത്രമായിരുന്നു അത്. ന്യൂഡൽഹി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണങ്ങളെല്ലാം കഴിഞ്ഞ് സെൻസറിങ്ങിന് അയച്ചപ്പോൾ സെൻസർ ബോർഡിൽ നിന്നും പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ജോയി തോമസ് പറഞ്ഞു. സിനിമയിൽ ക്രൂരത കൂടുതലായിരുന്നുവെന്നും മമ്മൂട്ടിയുടെ കാലൊക്കെ തല്ലിയൊടിക്കുന്ന രംഗം കണ്ടാൽ ആളുകൾ ഭയപ്പെടുമെന്നും സെൻസർ ബോർഡിലുള്ളവർ പറഞ്ഞെന്നും ജോയി തോമസ് പറഞ്ഞു. ജോയി തോമസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ന്യൂഡൽഹി എന്ന ചിത്രത്തിന് സെൻസർ ബോർഡിൽ നിന്നും പ്രതിസന്ധി ഉണ്ടായിരുന്നു. സിനിമയിൽ ക്രൂരത കൂടുതൽ എന്നായിരുന്നു അവരുടെ അഭിപ്രായം. മമ്മൂട്ടിയുടെ കാൽ തല്ലിയൊടിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടാൽ ജനങ്ങൾ ബോധം കെട്ട് വീഴുമെന്നാണ് അന്നവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സിനിമ റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കാൻ തീരുമാനിച്ചു. ബോംബെയിലാണ് റിവൈസിംഗ് കമ്മിറ്റിയുടെ ഓഫീസ്. പി ഭാസ്കരൻ മാഷായിരുന്നു ചെയർമാൻ. സിനിമ കണ്ട് മാഷിന് വളരെ ഇഷ്ടപ്പെട്ട് റിലീസിംഗിന് അനുമതി നൽകി. അങ്ങനെ 1987 ജൂലൈ 17 സിനിമ റിലീസ് ചെയ്തു. അഭിനയം മതിയാക്കി സിനിമാരംഗം വിടാൻ നിന്ന മമ്മൂട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത് ഈ സിനിമയാണ്. ന്യൂഡൽഹി എന്ന സിനിമ എല്ലായിടത്തും വലിയ ചർച്ചയായി മാറി. അന്നത്തെ കാലത്ത് 15-16 ലക്ഷം രൂപ കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ ന്യൂഡൽഹിക്ക് 30 ലക്ഷം രൂപയോളം ചിലവായി. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപയുടെ ലാഭം നേടിത്തന്നു ഈ ചിത്രം. ചെന്നൈയിലെ സഫയർ തിയേറ്ററിൽ മാത്രം 125 ദിവസത്തോളം ചിത്രം പ്രദർശിപ്പിച്ചു. അങ്ങനെ വലിയ ഹിറ്റായി മാറിയ സിനിമയായിരുന്നു ന്യൂഡൽഹി. ജോയി തോമസ് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.